നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിന്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാജീവൻ പൊട്ടിത്തെറിക്കുക കേട്ടോ ചെയ്യുന്നത്. രാജേന്ദ്രൻ ചെയ്ത ചതിയിൽ രാഖിക്കും പങ്കുണ്ടെന്ന് കരുതിയിട്ടാണ് രാജീവൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത്രയും നാളും രാഖി തന്നെ ടോർച്ചർ ചെയ്തതിനുള്ള തിരിച്ചടിയായിട്ടും തന്നെ കേട്ടോ പറയുന്നത്. ഇനി എനിക്ക് നിന്നെ വേണ്ട, നിന്റെ കൂടെ ഒത്തുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്നും അതുകൊണ്ട് ഞാൻ അയച്ച ഡിവോഴ്സ് നോട്ടീസിൽ മ്യൂച്വൽ ഡിവോഴ്സിന് സമ്മതം തരണമെന്നും പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ശ്രീജയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഇനി രാജീവേട്ടനെ ഞാൻ സ്വന്തമാക്കി കൊളാടി രാഖി എന്നുള്ള രീതിയിൽ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. പിന്നീട് രാഖി പറയുന്നുണ്ട്, ഈ വീടും കുട്ടികളെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്ന് പറയും. നീ എടുത്തോടി, നീ ഈ വീടും എടുത്തോ, കുട്ടികളെയും എടുത്തോ, എനിക്കിനി ഒന്നും വേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും നീയുമായിട്ടുള്ള ഈ ബന്ധം അങ്ങ് അവസാനിപ്പിച്ചാൽ മതി, നീ എനിക്കൊരു വലിയ ബാധ്യത തന്നെയാണ് ഇപ്പോൾ എന്ന് തീർത്തു പറയാട്ടോ ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടുക്കുന്ന കുട്ടികളുടെ മനസ്സും തകരുന്നു. രാഖിയും ആകെ അങ്ങ് തകർന്നു പോവാട്ടോ ചെയ്യുന്നത്. രാജീവേട്ടൻ തന്നെ പിരിയില്ല എന്നൊരു വിശ്വാസം രാഖിക്ക് ഉണ്ടായിരുന്നു. അത് അവിടെ തീരുകയാണ് ചെയ്യുന്നത്. രാജീവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് അകത്തിരുന്ന് പൊട്ടിക്കരയുക. അപ്പോൾ കുട്ടികൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചിന്നുവും ചന്തുവും കൂടെ പറയുന്നുണ്ട്, അച്ഛനോട് പോകരുതെന്ന് പറ, അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിക്കരുതെന്ന് പറ അമ്മേ. എന്തിനാ അമ്മേ അച്ഛൻ ഞങ്ങളെ വിട്ടിട്ട് പോകുന്നത്? അമ്മ പറഞ്ഞാൽ അച്ഛൻ കേൾക്കും. ഒന്ന് എണീക്കമ്മേ, ഒന്ന് പോയി അച്ഛനോട് പറ, ഞങ്ങളെ വേണ്ടാന്ന് വെക്കരുതെന്ന്, ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കില്ല എന്ന് കുട്ടികൾ പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന തുളസിയും വരുന്നുണ്ട്. തുളസി പറയുന്നുണ്ട്, ചേച്ചി രാജീവൻ സാറിനോട് ചേച്ചി എല്ലാം പറഞ്ഞ് ഒരു കോംപ്രമൈസിന് ശ്രമിച്ച രാജീവൻ സാർ ഇവിടം വിട്ട് പോകില്ല, ചേച്ചിയെ ഉപേക്ഷിക്കില്ല, കുട്ടികളെയും വേണ്ടാന്ന് വെക്കില്ല ചേച്ചി, ഇനിയെങ്കിലും ചേച്ചി ഒന്ന് താന്നു കൊടുക്ക് ചേച്ചി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. സ്വന്തം ജീവിതം തകർക്കല്ലേ ചേച്ചി, അതുമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ പറഞ്ഞു. രാഖിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. കുട്ടികളുടെ വിഷമം കാണുമ്പോൾ കുട്ടികളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാട്ടോ ചെയ്യുന്നത്. ഇത്രയ്ക്ക് രാഖി പ്രതീക്ഷിച്ചില്ല രാജീവൻ ഇത്ര ഒരു കടുത്ത തീരുമാനം എടുക്കുമെന്ന്. രാജീവൻ പക്ഷേ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. ഇനി മുമ്പോട്ട് ഇങ്ങനെ പോകാനായിട്ട് സാധിക്കത്തില്ല എന്നും രാഖിയുടെ ഭർത്താവായിട്ട് ഞാൻ തുടരുന്നതുകൊണ്ടല്ലേ രാജേന്ദ്രൻ ഇത്രയും വലിയ ക്രൂരത തന്നോട് ചെയ്യുന്നതെന്നും ഇനി ഇത് വച്ചു പൊറപ്പിക്കാൻ സാധിക്കില്ലെന്നും ഇവർ രണ്ടുപേരും തമ്മിലുള്ള കളികൾ എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്നും ഞാൻ വിട്ടുപിരിഞ്ഞാൽ മാത്രമേ രാഖി ഒരു പാഠം പഠിക്കത്തുള്ളൂന്നും രാജീവൻ മനസ്സിലാക്കുക കേട്ടോ ചെയ്യുന്നത്. രാഖിയാണെങ്കിൽ രാജീവൻ പിരിഞ്ഞു പോകുമല്ലോ എന്നോർത്ത് സഹിക്കാനാവാതെ നെഞ്ചു പിളർക്കുന്ന വേദനയോടുകൂടി കുട്ടികളെയും കെട്ടിപ്പിടിച്ച് കരയാട്ടോ ചെയ്യുന്നത്. അവസാനം രാഖി ആ തീരുമാനമെടുക്കും. രാജീവനോട് പോകരുതെന്ന് രാഖി പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നീട് രാജീവൻ അവിടെ നിന്ന് തൻ്റെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യാട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ ചെന്ന് കാല് പിടിച്ച് രാജീവനോട് പറയാം, അച്ഛാ പോകല്ലേ, പ്രത്യേകിച്ച് ചന്തു കാല് പിടിക്കുന്നുണ്ട് കേട്ടോ, അച്ഛൻ ഇവിടുന്ന് പോകല്ലേ, ഞങ്ങളെ ഉപേക്ഷിക്കരുത്, ഞങ്ങൾക്ക് പിന്നെ ആരുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ചന്തു മാറി നിൽക്കുക അങ്ങോട്ട്, ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറില്ല, ഞാൻ പോയേ മതിയാകത്തുള്ളൂ, എനിക്ക് പോകണം, ഇനി എന്ത് സംസാരിക്കാനാണ്, ഇനി എന്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ അച്ഛന് ഞങ്ങളെ വേണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആരെയും എനിക്ക് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഇനി കഴിഞ്ഞോളാം, എനിക്കറിയാം എന്ത് ചെയ്യേണ്ടതെന്ന്. പക്ഷേ രാജീവൻ ഇതൊക്കെ പറയുന്നത് രാഖിക്ക് തൻ്റെ വില മനസ്സിലാക്കി കൊടുക്കാനാട്ടോ. അല്ലെങ്കിൽ രാഖിയോ കുട്ടികളെയോ പിരിയാൻ രാജീവൻ ഒരിക്കലും കഴിയില്ല. ഒരുപാട് താന്നു കൊടുത്തു, ഇനി ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് രാജീവൻ മനസ്സിൽ കരുതിയിട്ട് തന്നെയാണിത് ചെയ്യുന്നത്. കുട്ടികൾക്കൊരു ഇത്തിരി വിഷമാവും, പക്ഷേ ഇനി അവരുടെ ജീവിതം നല്ലതാവാൻ ഇതേ ഉള്ളൂ തീരുമാനമെന്ന് രാജീവന് മനസ്സിലാവും. പിന്നീട് രാഖി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രാജീവനാണെങ്കിൽ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരിക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ പുറകെ പോകുന്നുണ്ട് രാജീവൻ്റെ. ആ കുട്ടികളുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. രാജീവൻ്റെ ബാഗും പെട്ടിയൊക്കെ പിടിച്ചു പറിച്ച് മേടിക്കുക രാജീവൻ്റെ കയ്യിൽ നിന്ന്. പോകരുതച്ചാ എന്നും പറഞ്ഞ് കരയിഞ്ഞ് നിലവിളിക്കുക കേട്ടോ ചെയ്യുന്നത്. കുട്ടികളുടെ സങ്കടം കഴിഞ്ഞിട്ട് രാഖിക്കും സഹിക്കുന്നില്ല കേട്ടോ. അപ്പോൾ തുളസി വന്നിട്ട് രാഖിയോട് വീണ്ടും പറയും, ചേച്ചി ഈ ഒരു അവസരത്തിൽ ചേച്ചി ഇനി ഒന്നും മിണ്ടാതിരുന്ന ചേച്ചിയുടെ ജീവിതമാണ് ഇല്ലാതാവുന്നത്, കുട്ടികളുടെ ഭാവി ഓർത്തിട്ട് ഇപ്പോഴെങ്കിലും പ്രതികരിക്കണമെന്ന് പറയും. പിന്നീട് രാജീവനോട് എല്ലാ തെറ്റിനും മാപ്പ് പറഞ്ഞ് രാജീവനെ തിരികെ വിളിക്കുന്ന കാഴ്ചയാട്ടോ ഇനി കാണാനായിട്ട് പോകുന്നത്. ഇതോടുകൂടി രാഖിയുടെ മനസ്സിൽ നല്ലൊരു മാറ്റം ഉണ്ടാവുന്നതും കാണാനായിട്ട് സാധിക്കും. നമുക്ക് കാണാം.